യഥാർത്ഥത്തിൽ ബിഗ് ബോസ് അവിടെയുള്ള മത്സരാർത്ഥികളോട് ഒരു പ്രതികാരം ചെയ്യുകയാണോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ സീസണിൽ നമുക്കറിയാം 7ൻ്റെ പണിയാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. അതനുസരിച്ച് ബിഗ് ബോസ് കൊണ്ടുവന്ന പണിപ്പുര നിയമം ബാർജുള്ളവർക്ക് മാത്രം ഈ പറഞ്ഞ പോലെ മേക്കപ്പ് സാധനങ്ങളും വസ്ത്രങ്ങളൊക്കെ കിട്ടുന്ന അവസ്ഥയിൽ നിന്നും ജിസേൽ എന്ന് പറയുന്ന വ്യക്തി ബാർജില്ലാതെ നിയമവിരുദ്ധമായി ബിഗ് ബോസിനെ പറ്റിച്ച് ഒളിച്ചും മറച്ചും എല്ലാം നിയമലംഘനം നടത്തിയത് നമ്മൾ കണ്ടതാണ്. അതനുസരിച്ച് മോഹൻലാലിനെ പോലെയുള്ള ആൾ വന്ന് 2-3 തവണയായിട്ട് പറഞ്ഞു ഇനി അത് ആവർത്തിക്കരുത്. അതിനുശേഷം വീണ്ടും ജിസയിൽ ആവർത്തിക്കുന്നു. അതുപോലെ സാബുവും ഈ പറഞ്ഞതുപോലെ അനാവശ്യമായ രീതിയിൽ സ്ത്രീകളുടായാലും പുരുഷന്മാരുടായാലും ഏതൊരു പരസ്പര ബഹുമാനവും ഇല്ലാതെ വായിൽ തോന്നുന്നത് എന്തും പബ്ലിക്കായിട്ട് വിളിച്ച് പറയാൻ ഉളുപ്പില്ലാത്ത ഒരാളാണെന്ന് ലൈവ് എപ്പിസോഡ് കാണുന്നവർക്ക് മനസ്സിലാവും. എന്താണ് സാബു പറയുന്നതെന്ന് സാബുവിന് തന്നെ ഒരു ഐഡിയ ഇല്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. അമ്മാതിരി മോശമായതും മ്ലേച്ഛമായതുമായ വർത്തമാനങ്ങളാണ് സാബു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരെയും ഒരുമിച്ച് ജയിലിൽ കിട്ടിയ അവസരത്തിൽ ബിഗ് ബോസ് ഇവർ ഇത്രയും നാൾ ആ വീട്ടിൽ കാണിച്ച പരിപാടിക്ക് തിരിച്ചൊരു റിവഞ്ച് കൊടുത്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് ഇത്രയും നേരം ഉറങ്ങാതിരുന്ന് അത് കൊട്ടുക എന്ന് പറയുന്നത്, അത് കൊട്ടി സമയം രേഖപ്പെടുത്തി പിറ്റേന്ന് രാവിലെ ബിഗ് ബോസ് ചോദിക്കുമ്പോൾ എത്ര മണിയായെന്ന് കൃത്യമായിട്ട് അവരത് പറയണം. അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. കാര്യം ഒരു മനുഷ്യന് എത്ര നേരം ഇങ്ങനെ ഉറങ്ങാതെ പിടിച്ചിരിക്കാൻ പറ്റും? വെറുതെ ഉറങ്ങാതിരുന്നാൽ മാത്രം പോരാ, ഇതിൻ്റെ ഇടയിൽ ഇതിങ്ങനെ കൊട്ടണ സമയത്ത് അതിൻ്റെ അത് കൗണ്ട് ചെയ്യണം. കൗണ്ട് ചെയ്ത് 1 മിനിറ്റ് ആകുമ്പോൾ അവിടെ എഴുതണം. അങ്ങനെ 1 മണിക്കൂർ ആപ്പ് എഴുതണം. അങ്ങനെ രാവിലെ വരെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് മനുഷ്യന് സാധ്യമായ കാര്യമല്ല. പ്രത്യേകിച്ച് ബിഗ് ബോസ് വീട്ടിൽ കൃത്യമായ സമയം അറിയാതെ, കൃത്യമായ ഭക്ഷണം കിട്ടാതെ, ടാസ്ക് എല്ലാം ചെയ്ത് തളർന്ന് ക്ഷീണിച്ച് അവശനായിട്ടിരിക്കുന്ന 2 പേർക്ക് ഒരിക്കലും ജയിൽ പോലൊരു സാഹചര്യത്തിൽ കിടന്ന് അവിടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ലെന്ന് ആ പരിപാടി കാണുന്ന പ്രേക്ഷകർക്കും അതിൻ്റെ അകത്തുള്ള വീട്ടുകാർക്കും എല്ലാം അറിയാം. എന്നിട്ടും ബിഗ് ബോസ് അങ്ങനെ ഒരു ടാസ്ക് കൊടുത്തതെങ്കിൽ അതിൻ്റെ അർത്ഥം ബിഗ് ബോസ് ഇവരെ പ്രതികാരം ചെയ്യുകയാണ്. കാര്യം ബിഗ് ബോസിനോട് ഇവർ ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ബിഗ് ബോസ് വീട്ടിനകത്തിരുന്ന് ഇവർ ചെയ്ത കാര്യങ്ങൾക്ക് ബിഗ് ബോസ് കൊടുത്ത നല്ല മറുപടിയാണ് ഇന്നലത്തെ ആ ജയിൽ ടാസ്ക്. ഒരു 8ൻ്റെ പണിയല്ല, ഒരു 16ൻ്റെ പണിയാണ് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് കണ്ടിട്ടാണ് അവിടെയുള്ള മറ്റ് മത്സരാർത്ഥികൾ ബിഗ് ബോസിനോട് ക്യാമറയിൽ പോയി അപേക്ഷിക്കുന്നുണ്ട്, ബിഗ് ബോസ് എങ്ങനെയെങ്കിലും അവരെ ഒന്ന് തുറന്നു വിട്, ഇങ്ങനെ ചെയ്യിക്കില്ലേ, അത് ഭയങ്കര മനുഷ്യത്വരഹിതമാണ്, നിങ്ങൾക്ക് അല്പമെങ്കിലും ഹൃദയവിശാലത ഇല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. കാര്യം അമ്മാതിരി ടാസ്ക്, അതായത് കാണുന്ന ആ പ്രേക്ഷകർക്കും അതിൻ്റെ അകത്തുള്ള മത്സരാർത്ഥികളുടെയും കണ്ണ് നനയിക്കുന്ന തരത്തിലുള്ള ടാസ്ക്കായിരുന്നു ബിഗ് ബോസ് അവിടെ കൊടുത്തത്. എന്തായാലും ബിഗ് ബോസിനകത്ത് കയറി കളിച്ചാൽ, ബിഗ് ബോസിനോട് കളിച്ചാൽ, ബിഗ് ബോസിനെ വെല്ലുവിളിച്ചാൽ ഇതല്ല ഇതിൻ്റെ അപ്പുറത്തെ പണിയും ഇനി കിട്ടുമെന്ന് അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ കൂടി ഈ ജയിൽ ടാസ്ക് ഉപകരിച്ചു എന്ന് പറയേണ്ടി വരും. ഇനി ആരും ബിഗ് ബോസിനെ ആവശ്യമില്ലാത്ത നിയമങ്ങൾ തെറ്റിക്കുകയോ ബിഗ് ബോസ് പറയാത്ത കാര്യങ്ങൾ അനുസരിക്കാതെ നടക്കുകയോ ചെയ്യില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കൂ.